Hi friends, Royce Tech എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു സബ്വൂഫർ ബോക്സ് ട്യൂബ് എങ്ങനെ നമുക്ക് സിമ്പിളായി അസംബിൾ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. ഇതിൽ എൻ്റെ സബ്വൂഫർ ബോർഡ്, അതിൻ്റെ കൺവേർഷൻ SMPS മുതലായവയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണിത്. ഇത് 8 ഇഞ്ച് സബ്വൂഫറാണ് ഈ സബ്വൂഫർ ട്യൂബിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡ് നോക്കിയതാണ് എൻ്റെ എയറോ സ്പേസ്. പിന്നെ ബാക്കി ഭാഗം അതിൻ്റെ കൺട്രോൾ പാനലാണ്. അതായത് അതിൻ്റെ സപ്ലൈ ഇൻപുട്ട് കണക്ടർ, ഓഡിയോ ഇൻപുട്ട്, വോളിയം കൺട്രോൾ, ഫ്യൂസ് മുതലായവയൊക്കെ ആ ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയ സുഹൃത്തുക്കൾ ഉടൻ തന്നെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഈ വൂഫറാണ് ഇന്ന് നമ്മൾ ഈ സബ്വൂഫർ ട്യൂബിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് 8 ഇഞ്ച് സബ്വൂഫറാണ്. ഇത് 8 ohm ആണ് ഇതിൻ്റെ ഇമ്പിഡൻസ്. ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 600 വാട്ട്സ് ആണ്. അതായത് ഇതിൻ്റെ റേറ്റഡ് പവർ വരുമ്പോൾ 150 വാട്ട്സ് ഓഫ് RMS ഓളം ഈ വൂഫർ നമുക്ക് നൽകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാസ് ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ വൂഫറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നല്ലൊരു ബഡ്ജറ്റ് സബ്വൂഫറാണ്. ഏകദേശം ഒരു 1000 രൂപ അടുത്ത് ഈ വൂഫറിന് വില വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ബേസ് നമുക്ക് ഈ വൂഫറിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതായി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ സബ്വൂഫർ ബോർഡാണ്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 27.027.5 ആംപിയർ AC വോൾട്ടേജാണ് നമ്മളിതിലേക്ക് കണക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിത് കാറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്താണ് അതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ഇരിക്കുന്നത്. ആ ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് 27.027 ഒരു SMPS ആണ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫിൽട്ടർ കപ്പാസിറ്ററുകളാണ്. 27.027 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. ഇതാണ് ഈ ബോർഡിൻ്റെ മെയിൻ ഫിൽട്ടർ സെക്ഷൻ വരുന്നത്. അതായത് ലോ പാസ് ഫിൽട്ടർ, അതായത് ലോ ഫ്രീക്വൻസിയാണ് ബേസ്. ആ ഫ്രീക്വൻസി നമുക്ക് ഫിൽട്ടർ ചെയ്യുന്ന ICയും ഭാഗങ്ങളുമാണ് ഈ കാണുന്നത്. പിന്നെ ഇതിലൊരു പ്രീസെറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രീസെറ്റാണ്. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആ പ്രീസെറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് അതിൻ്റെ മോസ്ഫെറ്റ്. IRFP 250N ആണ് ഈ ബോർഡിലെ മോസ്ഫെറ്റ്. 2 മോസ്ഫെറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 200 വാട്ട്സ് RMS പവർ ഔട്ട്പുട്ട് നമുക്ക് ഈ ബോർഡ് നൽകുന്നുണ്ട്. ഇതിൻ്റെ വോളിയം കൺട്രോളാണ്. ഒരു സിംഗിൾ കൺട്രോളാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സബ്വൂഫർ വോളിയമാണ് നമ്മൾ ഇതിൽ കൺട്രോൾ ചെയ്യുന്നത്. ഒരു 100Kയുടെ ഒരു കൺട്രോളാണ് നമ്മൾ ഇതിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് വരുന്നതിൻ്റെ സിഗ്നൽ ഇൻപുട്ടാണ്. അത് ഓഡിയോ സിഗ്നൽ ഇൻപുട്ട്. അതിൽ നമ്മൾ ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് ഇത്രയും കണക്ഷനാണ് നമ്മൾ അതിലേക്ക് കൊടുക്കേണ്ടത്. ഇതിൽ നോക്കിയാൽ ബോർഡിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, അതായത് ലെഫ്റ്റ്, റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ നെഗറ്റീവ് ഗ്രൗണ്ട് കണക്ഷൻ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് വയറാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വരുന്നത് 4 to 8 ohms ആണ്. അതായത് 4 ohms മുതൽ 8 ohms വരെയുള്ള സബ്വൂഫർ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ബോർഡിലവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സ്പീക്കർ കണക്ഷൻ. പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുക. ഈ ബോർഡിന് ഏകദേശം ഒരു 900 രൂപയോളം വില വരുന്നുണ്ട്. ഇത് നമ്മുടെ ലോക്കൽ ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് ഷോപ്പുകളിൽ നമുക്ക് ഈ ബോർഡ് അവൈലബിൾ ആണ്. നമുക്ക് കടകളിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ബാസ് ഔട്ട്പുട്ട്, ക്ലാരിറ്റി ബാസ് ഔട്ട്പുട്ടുള്ളൊരു ബോർഡാണിത്. നമുക്ക് കാറിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ ബോർഡ് മതിയാകും. നമുക്ക് വീടുകളിലെ സബ്വൂഫർ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കും ഈ ബോർഡ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ബോർഡാണ് നമ്മൾ ഈ സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡിലേക്ക് സപ്ലൈ കൊടുക്കുന്ന ബോർഡാണിത്.
ഇതൊരു SMPS ആണ്. അതായത് 12 വോൾട്ടിന് 27 എന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ബോർഡാണിത്. ഈ ബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സബ്വൂഫർ ബോർഡിന് സപ്ലൈ കൊടുക്കുന്നത്. ഇത് 12 വോൾട്ടിനെ 27 ആക്കി കൺവേർട്ട് ചെയ്യും. നമുക്ക് കാണാം 27 ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇതാണ് അതിൻ്റെ ബാറ്ററി എന്നുള്ള DC വോൾട്ടേജ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് 12 വോൾട്ട് ആണ്. ഈ റെഡ് വയറാണ് അതിൻ്റെ പോസിറ്റീവ് വയർ. ഈ ഗ്രേ വയർ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ നെഗറ്റീവ് വയർ. 12 വോൾട്ട് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പവർ സപ്ലൈ സ്വിച്ച് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോർമർ വഴി ഔട്ട്പുട്ടായിട്ട് നമുക്ക് 27 വോൾട്ടേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് പോർട്ടാണ്. ഇവിടെയാണ് നമ്മൾ 27 വോൾട്ട് വരുന്നത്. ഇതാണ് നെഗറ്റീവ്, ഗ്രൗണ്ട്, പോസിറ്റീവ്. അതായത് നെഗറ്റീവ് വോൾട്ടേജ്, ഗ്രൗണ്ട്, പോസിറ്റീവ് വോൾട്ടേജ് 27 ഈ SMPSൻ്റെ ഔട്ട്പുട്ടിൽ 2 കപ്പാസിറ്റർ വരുന്നുണ്ട്. അതിൻ്റെ നെഗറ്റീവ് വോൾട്ടേജും പോസിറ്റീവ് വോൾട്ടേജിലും കണക്ട് ചെയ്തിരുന്ന കപ്പാസിറ്ററിലാണ്. നമുക്കത് ആ ബോർഡിൽ ആ കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സബ്വൂഫർ ബോർഡിൽ അതിൻ്റെ ഫിൽറ്റർ കപ്പാസിറ്റർ ഓൾറെഡി നമ്മൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സബ്വൂഫർ ബോർഡിൽ ഈ റെക്ടിഫയർ നമുക്ക് ആവശ്യമില്ല. അതിന് പകരം ഈ റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ ഈ SMPS ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ സബ്വൂഫർ ബോർഡിൽ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്ക് ആവശ്യമില്ല. നമ്മളത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്തതിൻ്റെ സൈഡ് കൺട്രോൾ പാനലാണ്. ഇതതിൻ്റെ DC ഇൻപുട്ട് കൊടുക്കുന്ന സോക്കറ്റുകളാണ്. പോസിറ്റീവ് സപ്ലൈയും നെഗറ്റീവ് സപ്ലൈയും ആണ് നമ്മൾ ഇതിൽ ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യുന്നത്. ഈ ബോർഡിൽ നമ്മൾ ഈ റിമോട്ട് ടേൺ ഓൺ ഇൻപുട്ട് കണക്ഷൻ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ബോർഡിൽ. റിമോട്ട് ടേൺ ഓണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ഞാൻ വിശദമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തേക്കുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ റിമോട്ട് ടേൺ ഓൺ വയർ എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ഓഫ് ആവുകയും വണ്ടി നമ്മൾ താക്കോലിട്ട് ഓഫ് ചെയ്തുമ്പോൾ പൂർണ്ണമായിട്ടും ഇതിൻ്റെ സപ്ലൈ ഒക്കെ ഓഫ് ആകുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് റിമോട്ട് ടേൺ ഓൺ വയർ കണക്ഷനൊക്കെ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഈ വൂഫർ ബോക്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ ബാറ്ററിയിൽ നിന്നും വരുന്ന ലൈനിൽ നമുക്ക് സ്റ്റിയറിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ ഒരു സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് വഴി വേണം നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ ഈ സബ്വൂഫർ ബോക്സിലേക്ക് കണക്ട് ചെയ്യാൻ. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന 5 വോൾട്ടേജ് കയറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ വണ്ടിയൊക്കെ ഇവിടെ നമ്മൾ നിർത്തിയിടുമ്പോഴും ഈ സബ്വൂഫർ ബോക്സ് ചിലപ്പോൾ ഓണായി തന്നെ കിടക്കും. ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ പോകുന്ന കാരണം അതിനൊരു സ്വിച്ച് വഴി നമ്മൾ ഈ സബ്വൂഫർ ബോക്സിലേക്ക് വയറിംഗ് കണക്ഷൻ ചെയ്യാവുള്ളൂ. അതാണ് ഏറ്റവും സേഫ്റ്റിയായ മാർഗം. ഈ കൺട്രോൾ പാനൽ പോലെ നമ്മളൊരു ഫ്യൂസ് ഹോൾഡർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് വരുന്ന സപ്ലൈ ഈ ഫ്യൂസ് വഴി കയറിയാണ് നമ്മൾ ഇതിൻ്റെ SMPSലേക്ക് ഈ 12 വോൾട്ട് സപ്ലൈ പോകുന്നത്. പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഫ്യൂസ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതതിൻ്റെ ഓഡിയോ ഇൻപുട്ട് സോക്കറ്റാണ്. അതായത് നമുക്ക് സ്റ്റീരിയോയിൽ നിന്നും ഓഡിയോ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ഈ സോക്കറ്റിലേക്കാണ് നമ്മൾ അതിൻ്റെ ഓഡിയോ സിഗ്നൽ ഇൻപുട്ടായി കണക്റ്റ് ചെയ്യുന്നത്. ഈ സബ്വൂഫർ ബോർഡിന് ഏകദേശം ഒരു 900 രൂപയോളം വില വരുന്നുണ്ട്. പിന്നെ SMPSനൊരു 400 രൂപ അടുത്ത് വില വരുന്നുണ്ട്. ഈ വൂഫറിന് ഏകദേശം ഒരു 1000 രൂപയോളമൊക്കെ വില വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ട്യൂബ് അതൊരു 600-700 രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു 3300-3200 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ബാസ് ഔട്ട്പുട്ടുള്ള ഒരു ബാസ് ട്യൂബ് നമുക്ക് ഈസി ആയിട്ട് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ബോർഡിൻ്റെ വയറിംഗ് കണക്ടിവിറ്റി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഇപ്പോൾ തന്നെ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ ഇത് രണ്ടും ഇൻബിൽറ്റ് ആയിട്ടുള്ള ബോർഡുകളും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഏകദേശം 1200 മുതൽ 1450 റേഞ്ചുകൾ നമുക്ക് ഈ ബോർഡ് അവൈലബിൾ ആണ്. അങ്ങനത്തെയുള്ള ബോർഡുകളെക്കുറിച്ച് ഇതിന് മുമ്പ് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ ചില വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ആ വീഡിയോയുടെ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങൾക്കത് കണ്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. അതായത് റിമോട്ട് ടേൺ ഓൺ വയറെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. നമുക്കിനി അടുത്ത സ്റ്റെപ്പായിട്ട് ഈ ബോർഡും SMPSും സ്പീക്കറും എല്ലാം നമുക്ക് ഈ
സൗണ്ട് ട്യൂബിലേക്ക് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ SMPSും അതിൻ്റെ സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡും ഒക്കെ നമുക്ക് ഈ ട്യൂബിനകത്തേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് നന്നായിട്ട് ഉറപ്പിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ബാക്കിയുള്ള കണക്ഷൻ കൊടുക്കാം. അത് നമ്മളെ എൻ്റെ പോസിറ്റീവ് വയർ നമ്മളതിൻ്റെ ഫ്യൂസിൻ്റെ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ നെഗറ്റീവ് വയർ അതിൻ്റെ നെഗറ്റീവ് സോക്കറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിൽ നിന്നും ഒരു ചെറിയ വയർ നമ്മൾ LED ഇൻഡിക്കേറ്റർ LED നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത് അതിൻ്റെ ഈ ഒരു പോസിറ്റീവ് വയർ അതിൻ്റെ പോസിറ്റീവ് പോർട്ടിൽ നിന്നും ഫ്യൂസിൻ്റെ മറ്റേ പോർട്ടിലേക്കും കണക്ട് ചെയ്യുന്നു. അടുത്ത നമ്മൾ അതിൻ്റെ ഓഡിയോ സിഗ്നൽ ഇൻപുട്ട് കേബിൾ നമ്മൾ അതിൻ്റെ ഇൻപുട്ട് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ വോളിയം കൺട്രോൾ നമ്മൾ ഇതിലേക്ക് അതിനെ ഇട്ടിരിക്കുന്ന ഹോളിലേക്ക് നമ്മൾ അതിൻ്റെ നട്ട് കറക്റ്റായിട്ട് മുറുക്കി വെക്കുക. അതിനുശേഷം നമുക്കിത് ഫുള്ളായിട്ട് ബോക്സിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൂഫർ നമുക്കിതിലേക്ക് വയർ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യാം. പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് നമ്മൾ വയർ സോൾഡർ ചെയ്തെന്ന് ഉറപ്പിക്കുക. അതിനുശേഷം നമുക്ക് വൂഫർ നമുക്കിതിലേക്ക് സ്ക്രൂ ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. നമ്മളിത് ടെസ്റ്റ് ചെയ്യാനായി 12 വോൾട്ട് കണക്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ATX പവർ സപ്ലൈ കൺവേർട്ട് ചെയ്ത ഒരു പവർ സപ്ലൈ ഉപയോഗിച്ചാണ് നമ്മളിത് ഓണാക്കി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ട് സിസ്റ്റം വർക്കായിട്ടുണ്ട്. നമുക്കിതിന് കാറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് പാട്ടുകൾ കണക്ട് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയ സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ രവീന്ദ്ര റോയ് സൈനിങ് ഔട്ട്.